ഇതെന്റെ കൊച്ചിനാണ് സർപ്രൈസാ. വന്നിട്ടേ കാണിക്കുള്ളൂ. 4 മണിക്ക് മുമ്പേ മുതൽ വിളിയാലേ. എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ കിടക്കുമായിരുന്നേ, ഉറങ്ങിപ്പോയി. ഞാനോർത്തന്നെ ആശുപത്രിയിലെങ്ങാനും പോയിട്ട് വന്നില്ലേ? ആശുപത്രി പോയിട്ട് വന്നു. ആശുപത്രി പോയിട്ട് ഞാൻ എടുക്കാത്തെന്നൊക്കെ ഓർത്തു. 3 മണിയായപ്പോൾ ഞാൻ വന്നു. 2-3 പ്രാവശ്യം വിളിച്ചു. ആണോ? എന്നാൽ ബസ്സിലിരുന്നാണ് വന്നതേ. ബസ്സിന് അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് വന്നതും. അന്നേരം ഈ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ബസ്സിലെ. അന്നേരം വിളിച്ചത് ഞാൻ കേട്ടില്ല. അതാ ഞാൻ അമ്മ വിളിച്ചപ്പോൾ എടുക്കാഞ്ഞ്. സാധാരണ കയറി വന്നിട്ട് 3-4 മാസമായില്ലേ? 3-4 മാസമായി. അപ്പോൾ ഒരു ചിക്കനൊക്കെ മേടിച്ചു അല്ലേ? അമ്മയ്ക്ക് പണിയായല്ലോ. എൻ്റെ കയ്യും വില. വലുതേ ഉള്ളായിരുന്നു, ചെറുതില്ലായിരുന്നു. ഞാൻ മോനും ആദ്യം പോയപ്പോൾ വന്നതാണ്. അന്നേരം 3-4 മാസം കഴിഞ്ഞിപ്പം. എന്നാൽ അടുക്കളയിലോട്ട് കയറിക്കോ. എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ കൈ മേലാതിരിക്കട്ടെ. ഞാനിപ്പോൾ കൊച്ചിനോട് പറയായിരുന്നു, അമ്മ പണിയും കഴിഞ്ഞ് മടുത്ത് വന്നിരിക്കുമ്പം എപ്പം വന്നാലും രാധമ്മയ്ക്ക് അടുക്കള ചെറുമിക്കാനും പണികൾ ചെയ്യാനും നേരമുള്ളൂ. ഈ നൈറ്റ് ഞാനും അമ്മ ഇന്ന് ഒരുപോലത്തെയാണോ? ആണോ? രണ്ടും ഒരുപോലൊക്കെ തന്നെ ഇരിക്കുന്നു. ഈ സൈസ് ഞാൻ കുഞ്ഞമ്മയ്ക്ക് കൊണ്ട് കൊടുത്തല്ലേ? 2 എടുത്തേ. 2 എടുത്തേ. 3 വേറെ എണ്ണമായിരുന്നു. അത് ഞാനും എടുത്തു. 1 കുഞ്ഞമ്മയ്ക്ക് കൊടുത്തു, 1 നിനക്കും തന്നു. എനിക്കും തന്നു. ഇതിന്റെ കൂട്ടുള്ളതും നിനക്കൊന്ന് തന്നു. അതായത് കൊച്ചിന് പ്രിയപ്പെട്ട സാധനമാണ്. ഞാനത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാധമ്മ അന്നേരം ബിരിയാണി മേടിച്ചോണ്ട് വന്ന് കൊച്ചിന് കൊടുത്തു കേട്ടോ. കൊച്ചിന്റെ മുഖം അതിന്റെ അറിയാനും ഉണ്ട്. ടാങ്കു എത്ര ദിവസമായി കണ്ടിട്ടാ? എത്ര മാസമായില്ലേ കണ്ടിട്ട്? ചേട്ടായി ആദ്യം പോയപ്പോ വന്നതാ. അല്ല, അത് കഴിഞ്ഞ് ഞാൻ ഒരു തവണ താഴെ ഇറങ്ങിപ്പോയല്ലേ? ഒറ്റ ദിവസം കണ്ടുള്ളൂ. ഭയങ്കര തിരക്കുള്ള ആൾക്കാരാണ്. പരീക്ഷ കഴിഞ്ഞിട്ട് ഞാനും പോയി ഒരു 10 ദിവസം അല്ലെ 5 ദിവസം നിക്കാതെ ഓർത്തോണ്ടിരിക്കുവായിരുന്നു. പരീക്ഷ ആയതുകൊണ്ട് അതിന്റെ ഇടയ്ക്ക് പോയിട്ട് നിപ്പ് പറ്റിയല്ല. കൊച്ചിന് പഠിക്കണം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. വീഡിയോ ഇടേണ്ടതുകൊണ്ട് വീഡിയോ ഇടാനായിട്ട് വൈഫൈ ഇവിടെ ആയതുകൊണ്ട് എനിക്ക് താഴെ പോയി നിക്കാൻ പറ്റത്തില്ല. ഇവിടെ വെച്ച് തന്നെ എഡിറ്റ് ചെയ്ത് ഇടണ്ടേ. അതെ, അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം മൂലമാണ് ഞാൻ വരാതിരുന്നത്. കൊച്ചിനിപ്പം കേട്ടോമേ, ചേട്ടായി പോയ പിന്നെ വീട്ടിലെ കുടുംബഭാരം കൊച്ചിനായി പോയി. കൊച്ചെല്ലാം ഏറ്റെടുത്ത് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നേ. അങ്ങനെ വേണമല്ലോ, കുടുംബത്തിന് എല്ലാരും കൂടെ കൂടി വേണം ചെയ്യാൻ. എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ വീഡിയോ എടുക്കുമല്ലേ ഉള്ളൂ, എഡിറ്റ് ചെയ്യാൻ ഞങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഞാൻ കൊണ്ടുവന്നോ അതേ ഓർമ്മയിരിക്കുന്നു. കൊച്ചാ എഡിറ്റ് ചെയ്ത് ഇടുന്നതൊക്കെ. അന്നേരം പരീക്ഷ, പഠിത്തം, വീഡിയോ എഡിറ്റിങ് എല്ലാം കൂടെ കൊച്ചിന് കുടുംബഭാരവും പ്രാരാബ്ധവുമായി. അതിൻ്റെ ഇടയ്ക്ക് ആരുടെ വീട്ടിൽ പോകാനോ ആൾക്കാരെ കാണാനോ ഒന്നും കൊച്ചിന് സമയം കിട്ടുന്നില്ല. കഴിഞ്ഞ ദിവസം സന്തോഷിൻ്റെ അടുത്ത് വരുന്നു പോയി. ഞാനും കുട്ടനും കൂടെ വൈകിട്ട് തന്നെയാണ് പോയെ. കൊച്ചു വന്നില്ല. കൊച്ചിന് ഇവിടെ റൂട്ടും കാര്യങ്ങളായിരുന്നു. കൊച്ചു വന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചപ്പോഴേ എന്നോട് പറഞ്ഞ എന്നാന്നറിയോ, എൻ്റെ ചെറുക്കൻ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോഴേ ഞാൻ വരുന്നുള്ളെന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് വയ്യെന്ന് പറഞ്ഞപ്പോൾ ഇരിക്കപ്പുറത്ത് ഇല്ലാത്ത ഓടി വന്നതാ. അതെ, അന്നേരം ഇരിക്കപ്പുറത്ത് ഇല്ല. വിഷുവിന് വരും. അടുത്ത മാസം 14-ാം തീയതി വിഷുവാ. അതെ അതെ, ഈസ്റ്ററിന്റെയും വിഷുവിന്റെയും ഒക്കെ അവധി ഉണ്ടെന്നാണ് പറഞ്ഞത്. എത്ര ദിവസം ഉണ്ടെന്നൊന്നും പറഞ്ഞില്ല. 17-ാം തീയതി ഈസ്റ്റർ, 14-ാം തീയതി വിഷു. എത്ര ദിവസം അവധി കിട്ടുമെന്നൊന്നും അറിയത്തില്ല. ഓർത്തതാ. അന്നേരം മോക്ക് വൈകിന്ന് പറഞ്ഞപ്പം ഓടി കുന്ന് കയറി ഓടി വന്നു. കപ്പ മൊത്തം എഴുതുന്നായിരുന്നേ. ഉള്ളതാട്ടെ. അമ്മയ്ക്ക് അവിടെ ഉള്ളതിൽ ഏറ്റവും നല്ല ഓഹരി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അമ്മച്ചിക്ക് വേണ്ടി. അമ്മ ഇഷ്ടാനുസരണം എങ്ങനെയാന്ന് വെച്ചാൽ കഴിച്ചോണം. അതെ അതെ, എന്തുണ്ടാക്കിയാലും ഇച്ചിരി എനിക്ക് തരാതെ കഴിച്ചാൽ രാധമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ടാകട്ടോ. അതങ്ങനെയാ. ഇനി നിന്നെയും ചേച്ചിനെയൊക്കെ കെട്ടിച്ചു വിടുമ്പോൾ ഞങ്ങളും അങ്ങനെ തരാം. എന്നാ ഒരു രഹസ്യം പറിച്ചില്ല. ഒന്നും ഞങ്ങളൊന്ന് പേരായോണ്ട് ഞാൻ കെട്ടിപ്പറക്കുന്നൊന്നും കെട്ടിപ്പറക്കുന്നില്ല. അതാ പറഞ്ഞേ, രാമയ്ക്ക് ഒരു പെൺകൊച്ചല്ലേ ഉള്ളൂ. ഇവിടെ 2 പിള്ളേരായോണ്ട് അങ്ങനെ വല്ല ഉണ്ടോന്നല്ലേ?
നമുക്ക് ആലോചിക്കാം. ഒരാൾക്ക് കൊടുക്കുമ്പോ ഒരാൾക്ക് കയറുവാ, രണ്ടുപേർക്കും കൊടുക്കണ്ടേ? അപ്പം വിചാരിക്കും രണ്ടുപേർക്കും കൊടുക്കുന്നില്ലെന്ന് വിചാരിക്കും. രാധമ്മയ്ക്ക് ഇപ്പോൾ അതൊന്നും നോക്കണ്ട, ഒറ്റ ഒരു പെങ്കൊച്ചേ ഉള്ളൂ. കൊടുത്താലും ആയി കൊടുത്തില്ലേലും ആരും പരാതി പറയാനില്ലാത്തതുകൊണ്ടാണ് എന്നേലൊക്കെ കൊണ്ടുവരുന്നത്. നമുക്ക് അടുക്കളയിലോട്ട് രാധമ്മ ആനയിക്കാം അല്ലേ വെച്ചേ? പാവം. ചിക്കൻ എങ്ങനെയാ കറി വെക്കുന്നത്? വറുത്തരച്ചാണോ കറി വെക്കുന്നത്? എങ്ങനെയാ കറി വെക്കുന്നത്? ഞാൻ കറി വെക്കുന്നത് പിന്നെ ചിക്കന് ഇഞ്ചി, പരിഞ്ജീരകം, മസാലക്കൂട്ട് എല്ലാം കൂടെ പൊടി ഉണ്ടെങ്കിൽ അത് എല്ലാം കൂടെ, കുരുമുളക് ഇതെല്ലാം കൂടെ അരയ്ക്കും. അരച്ച് ഈ ഉള്ളി വഴട്ടും. ഉള്ളി ഇഞ്ചി എല്ലാം കൂടെ അരയ്ക്കുന്ന കൂട്ടിയിട്ട് ഇഞ്ചി വഴറ്റിയിട്ട് അത് ഒരു വഴന്ന് കഴിയുമ്പോഴത്തേനും ഈ അരപ്പും കൂടി ഇട്ടൊന്ന് ഇളക്കി അതിൻ്റെ നല്ലപോലെ ഒരു മയം വന്നൊരു മണം വരും. അന്നേരം ഇറച്ചി അങ്ങോട്ടിടും. ഇറച്ചി അങ്ങോട്ടിട്ട് അത് കുറച്ച് നേരം അതിനകത്തിട്ട് വഴറ്റിയിട്ട് മുളകും മല്ലിയും എല്ലാം കൂടെ വേറെ മൂപ്പിച്ച് ചേർക്കും. അടുക്കളയെല്ലാം അപ്പടി അഴുക്കായിട്ട് കിടക്കുകയാണ്. എൻ്റെ കൈയൊക്കെ മേലാത്തോണ്ട് ഒന്നും കഴുകി പറക്കാനൊന്നും പറ്റിയില്ല. ഇനിയിപ്പോൾ രാധമ്മ കറിയൊക്കെ വെച്ചിട്ട് കപ്പയൊക്കെ അടുപ്പിട്ടിട്ട് കഴുകി പറക്കി തരാമെന്നാണ് പറഞ്ഞ കേട്ടോ. കഴുകി പറക്കി വെക്കാം. റെഡി ആയോ? കപ്പ വെന്തു, കോഴി കറി വെച്ചു. കഴിക്കാറായോ? നമ്മയുടെ മുഖത്ത് നോക്കിട്ട് ചോദിക്കുന്നത്. ചൂടാക്കിയാൽ മതി കുടിക്കാനായിട്ട്. എന്നിട്ട് പാത്രം എല്ലാം കഴുകി പറക്കി നമ്മുടെ അടുക്കള ക്ലീൻ ആക്കി തന്നു. എനിക്ക് പിന്നെ ഇന്ന് ബിരിയാണി ആയോണ്ട് ഇച്ചിരി തരുമോ? ആലോചിച്ചല്ലേ, ഇച്ചാര് വേണം കൊടുത്തേക്കാം, കൊതി കിട്ടാതിരിക്കാൻ. നമ്മുടെ രാധമ്മ ശ്രീകുട്ടന് വേണ്ടി ഒരു പാട്ട് പാടാന്ന് പറഞ്ഞിട്ടോ. അവനില്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ്. ബോനുവിനെ കാണാൻ കൊതിയായെന്നാണ് പറയുന്നത്. എന്നിട്ട് ശ്രീകുട്ടന് വേണ്ടി അമ്മ ഒരു പാട്ട് പാടുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കും, അമ്മയ്ക്ക് ഇഷ്ടമുള്ളത്. അമ്മ ഏത് പാടിയാലും അവന് ഇഷ്ടമാണ്. ഹൃദയം ദേവാലയം മണിക്കൊഞ്ചല കോവിൽ മണിനാദം പുലരിയും പൂവും പൈതലും ചിരിയും ഭൂമിദേവി തന്നാഭരണം ഭൂമിദേവി തന്നാഭരണം കഥയറിയാതവർക്കരയും ചുടുനെടുവീർപ്പാവന വിരിയും കുറ്റങ്ങൾ മറക്കും കുഞ്ഞുങ്ങൾ സത്യത്തിൻ പ്രഭതൂകും ദൈവങ്ങൾ സത്യത്തിൻ പ്രഭതൂകും ദൈവങ്ങൾ പിഞ്ചു ഹൃദയം ദേവാലയം മണിക്കൊഞ്ചല കോവിൽ മണിനാദം പുലരിയുമ്പൂ പൈതലും ചിരിയും ഭൂമിദേവി തന്നാഭരണം ഭൂമിദേവി തന്നാഭരണം. അടിപൊളി പാട്ടായിരുന്നു കേട്ടോ. നല്ല പഴയ ഒരു പാട്ടാണ് അമ്മ പാടിയത്. ഈ പാട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ, കൊച്ചിലെയൊക്കെ. നമ്മുടെ സിനിമാ കൊട്ടകയിലൊക്കെ പാട്ട് ഇടുമ്പോഴേ ഇങ്ങനത്തെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്. നല്ല അടിപൊളി പാട്ടായിരുന്നു. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കൈ കൊട്ടാൻ ആരുമില്ല. മാളുക്കുട്ടി ഒന്ന് കൈയൊക്കെ കൊട്ടടി. മാളുക്കുട്ടി അപ്പുറത്തിരുന്ന് എഴുതുകയോ പഠിക്കുകയോ അതാണ് ചെയ്യുമോ കേട്ടോ. അതുകൊണ്ട് അപ്പുറത്ത് മുറിയിലിരുന്ന് കൈ കൊട്ടി. അടിപൊളി പാട്ടായിരുന്നു. എല്ലാ പാട്ടും ഇഷ്ടമാണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. ആ ഇരുവ് കൊണ്ടാ ജസ്റ്റാണെങ്കിൽ ഇരിക്കുന്ന പോലെ. വീഡിയോ എടുക്കുന്നു നീ വിളിക്കുന്നേ. കൊച്ചിവിടെ ഉണ്ട്. കൊച്ച് നോക്കിയിട്ടുമായിരുന്നു വിളിച്ചിരുന്നേ. സുഖമായിട്ടിരിക്കുന്നു. എന്നാത്തിട്ട് ആണോ? പഠിച്ചോ? കുറച്ച് എന്നാണ്ടൊക്കെ പഠിച്ചത്. നല്ലോണം പഠിച്ചോണം കേട്ടോ. ചെറ്റ്. ഞങ്ങള് ചായ കുടിച്ചോട്ടിരിക്കുവോ. ഇനിയിപ്പൊ കഴിക്കണം. രാധമ്മ എനിക്ക് ബിരിയാണിയൊക്കെ മേടിച്ചോണ്ട് വന്ന്. ഇവിടെ ചൂടാ, ഭയങ്കര ആവിയാ. അമ്മയുടെ കൊടുക്കാം കേട്ടോ. ഇതിന്റെ രണ്ട് ഉടുപ്പൊക്കെ ഇട്ടോണ്ടിരിക്കുന്നേ, അതോ ഒന്നാണോ? അവന്റെ കറുത്ത ടീഷർട്ട്. അത് കറുത്ത ടീഷർട്ട്
അല്ലേ കുളിയില്ലായിരുന്നോ? കാലിന്റെ വേദനയൊക്കെ മാറിയാ കളിക്കാൻ പോയിട്ട്? ആണോ? എങ്ങനെ പഠിക്കും? ബോൾ അടിച്ചോ? അയ്യോ, ആ നല്ലോണം നൊന്ത് കാണുമല്ലോ. കാണിച്ചേ കൈ കാണിച്ചേ. സൂക്ഷിച്ചൊക്കെ കളിക്കണം കേട്ടോ. കണ്ണും മുഖമൊക്കെ അടിച്ച് തെറിപ്പിക്കാതെ സൂക്ഷിച്ച് കളിക്കണം. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ കപ്പയും ചിക്കനും ഒക്കെ ഞങ്ങളെ നോക്കിയിരിക്കുന്നു. എനിക്ക് ഉണ്ടായിരുന്ന ചോറും ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ കിട്ടി. മറ്റേ വായിലോട്ട് ടേസ്റ്റ് പിടിച്ചു വരുമ്പോ ഫ്രൈ തീർന്നു. ആണോ? അച്ചാടാ എല്ലാവർക്കും കോഴി ഓരോരോ ക്വാണ്ടിറ്റി അല്ലേ, ഒരു 3 കഷ്ണം 4 കഷ്ണം ഒരാൾക്ക് കൊടുക്കണേ. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുണ്ടേ. അപ്പൊ നമ്മളിത് ഞുള്ളി തുടക്കം തൊട്ട് കഴിക്കും. അവസാനം പൊതു മുമ്പ് വലിയ കഷ്ണം എടുത്താൽ കഴിക്കും. പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ലോ. രണ്ടാമത് ചെന്ന് മേടിക്കാൻ പറ്റുവല്ലേ? വീട്ടിലാണെങ്കിൽ ഞാൻ എന്റെ അമ്മയുടെ ഭാഗത്തു നിന്ന് ഒരു കഷ്ണം എടുക്കും. അമ്മയോടൊന്നും പറയരുത്, മോൻ കഴിച്ചോളാൻ പറയും. ഇതിപ്പോ അത് പറ്റിയല്ല. ഇതിപ്പോ എടുത്തിട്ടുണ്ട തല്ലി കിട്ടും. ഇതിപ്പോ അടുത്തവന്റെ പാത്രത്തിരിക്കുന്നില്ലേ, ആഴ്ച ഒരു ദിവസം അവന് ചിക്കൻ കിട്ടുന്നത്. ഒരു കഷ്ണം എടുത്തിട്ട് ഞാൻ മറ്റേ പാത്രം എടുത്ത് അലക്കൊണ്ട് അടിക്കും. അത് നേരാ. അവർക്കും കൊതിയൊക്കെ ഇല്ലാടാ പിള്ളേർക്ക്. അവരാഗ്രഹിച്ച് ഒരു കഷ്ണം നോക്കിയിരിക്കുമായിരിക്കും. മുട്ട മേടിക്കാത്തവർക്ക് മുട്ട മേടിക്കും, ഞങ്ങൾ ചിക്കൻ മേടിക്കാത്തവർ ചിക്കൻ മേടിക്കും. ഐസ്ക്രീം മേടിക്കാത്തവർ ഐസ്ക്രീം ഞങ്ങൾ മേടിക്കും. കള്ളത്തരം കാണിച്ച് പഴം ഒരെണ്ണം കൂടുതൽ മേടിക്കാൻ നോക്കും. ഹോസ്റ്റലല്ലേ, രസമാ. എന്നേലൊക്കെ മേടിച്ച് തിന്ന് മിടുക്കനായിട്ട് പഠിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. പഠിച്ചോ? നാളെ പരീക്ഷയല്ലേ? കുറച്ചൊക്കെ പഠിച്ചു. വലിയ ഇന്റർനല്ലേ, വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ടെന്നാ. ഇവിടെ ആർക്കും വലിയ ചൂടൊന്നും ഇല്ല പരീക്ഷയുടെ. എന്നാലും നീ പഠിച്ചോണം. പക്ഷേ പരീക്ഷയ്ക്ക് തോറ്റുപോയാൽ ആർക്കും ചൂടില്ലല്ലോ, ഞാൻ ചൂടാകും കേട്ടോ. അത് നേരാ. അനാട്ടമിയുടെ റിസൾട്ട് വന്നോ? അതിനാ വരാത്ത? ചേച്ചിയുടെ ചോദിക്കുന്ന കേട്ടോ, അവനോട് എന്ത് റിസൾട്ട് വന്നോന്ന് ചോദിക്കാനും പേപ്പർ നോക്കിയില്ലെന്ന് പറയുന്നു. ഇവൻ കള്ളനാ കേട്ടോ. ഇവൻ തോറ്റങ്ങാടും പോയാ പറയല. മോക്ക് പരീക്ഷയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ 3 ദിവസമായി ഇന്ന് വീഡിയോ എടുത്ത്. അപ്പം കൊച്ചിന്റെ പഠിത്തത്തിനാണ് നമ്മൾ പ്രധാനം കൊടുക്കുന്നത്. നമുക്ക് ചെറിയൊരു വരുമാനം യൂട്യൂബിൽ നിന്നുണ്ട്. വീഡിയോ സ്ഥിരമിട്ടാൽ നമുക്ക് ആ വരുമാനം കിട്ടും. സ്ഥിരമായിട്ട് വീഡിയോ ഇട്ടില്ലെങ്കിൽ നമുക്ക് കയറുന്ന വരുമാനത്തിൽ നിന്ന് വീണ്ടും അത് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതെല്ലാം നമുക്കറിയാം. എന്നാലും കൊച്ചിന്റെ പഠിത്തത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ നമുക്ക് അടിപൊളി ഒരു ബിഗ് സർപ്രൈസ് വരുന്നുണ്ട്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും വളരെ സന്തോഷവും നമ്മളോട് ഒരു സ്നേഹവും കാര്യങ്ങളും എല്ലാം തോന്നുന്ന ഒരു അടിപൊളി ബിഗ് സർപ്രൈസ് വരുന്നുണ്ട്. അപ്പം ഇന്നിതെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് ഇതിനകത്ത് ഇപ്പം ഇത് ഒരു 3 കിലോ തൂക്കിയെടുക്കണം. കുരുമുളക് 1 കിലോ തൂക്കിയെടുക്കണം. ഇഞ്ചി 1/4 കിലോ 1/2 കിലോയ്ക്ക് കൂടുതലൊന്നും ആരും മേടിക്കുന്നില്ല. അത് മതി. ഒരു കുടുംബത്തിലേക്ക് നമ്മൾ കൂടുതൽ മേടിച്ച് സ്റ്റോക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇഞ്ചിയല്ല, ചുക്ക് ഒരു 1/2 കിലോ ഒരു വീട്ടിലുണ്ടെങ്കിൽ ഒരു വർഷത്തേന് സുഖമായിട്ട് ഉപയോഗിക്കാം. പായസം ഉണ്ടാക്കാനും പിന്നെ കൂടുതലായിട്ട് ഞാൻ കണ്ടേക്കുന്നത് മറ്റെന്തെല്ലാം ഉപയോഗം ഉണ്ടെന്ന് എനിക്കറിയില്ല. പായസത്തിലിടും. പിന്നെ നമ്മൾ കൂടുതൽ ചുക്ക് വെള്ളം മഴക്കാലത്ത് ഇനിയിപ്പം വരും മഴക്കാലങ്ങളിൽ ഇത് ഒരു ചുക്ക് കാപ്പിക്ക് ഏറ്റവും പ്രധാനം. നമ്മുടെ ഹൈറേഞ്ചിലെ ഏറ്റവും മറ്റ് ജില്ലകളിലുള്ളവർക്ക് അത്രയ്ക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല. ഇടുക്കി വയനാട് ജില്ലകളിലൊക്കെ ഉള്ളവര് ഈ ചുക്ക് കാപ്പി എന്ന് പറഞ്ഞ ഒരു പ്രധാന ഘടകം. കോട്ടയം ജില്ല, മറ്റു ജില്ലകളിലെ എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ അത്രയും എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. എല്ലാ ജില്ലയിലും ഉപയോഗിക്കുമായിരിക്കും. അപ്പം ജലദോഷം വന്ന പിന്നെ ചുക്ക്, പിന്നെ തുളസിയില, പനിക്കൂർക്കയില, പിന്നെ 2 കൊടിയില, 2 കുരുമുളക്, 2 ചുവന്നുള്ളി, ഇതെല്ലാം കൂടെ ഇട്ട് വെന്ത് ഇച്ചിരി കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് ശർക്കര കരിപ്പട്ടിയാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ഇച്ചിരി പഞ്ചസാര ഇട്ട് കുടിക്കുകയാണെങ്കിൽ നമ്മൾ മരുന്ന് മേടിക്കുന്നതിനേക്കായി പനി പമ്പടക്കും.
പനി പമ്പ കിടക്കും. കണ്ടോ പഴയ ആൾക്കാർ നമുക്ക് പറഞ്ഞു തന്ന അറിവാണ്. അതെ അതെ, അതമ്മ കഴിവതും ഒരു പനിയൊക്കെ വന്നാലുണ്ടല്ലോ ആശുപത്രിയിലൊന്നും പോകാറില്ല. ഞാനിതൊക്കെ ചെയ്താ കുടിക്കുന്നത്, ചെറുക്കനും കൊടുക്കും. ഇതൊക്കെ തിളപ്പിച്ച് കുടിച്ചാണ് പനിയൊക്കെ മാറ്റുന്നത്. ചെറിയ ജലദോഷം വരുമ്പോൾ ആശുപത്രിയിലേക്ക് ഓടാതെ നമ്മുടെ വീട്ടിൽ തന്നെ മരുന്നുണ്ടാക്കി കഴിക്കും. ഞാനും അതാ കേട്ടോ. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ശ്രീകുട്ടനും മോക്കും ഇവിടെ പനി ജലദോഷം മാറാതോ. അപ്പൊ ഞാൻ ചുക്കിന് വേണ്ടിയിട്ട് ഈ ലോകമായ രോഗം മൊത്തം ഇഞ്ചി ചതച്ചിട്ടാലും പച്ച ഇഞ്ചി ചതച്ചിട്ടാണ്. പക്ഷെ അത് അത്ര ഗുണമല്ലെന്നാ പറയും. അല്ലെങ്കിൽ ഇഞ്ചി ചതച്ചിട്ട് അങ്ങനെ അന്ന് ചുക്ക് കിട്ടിയില്ല. ഇപ്പൊ ചുക്കിന്റെ സീസണാണ്. ഇവിടങ്ങളിൽ ഉണങ്ങി ഇപ്പൊ ആരും അതിന് മെനക്കെടുന്നില്ല. കാരണം എന്താ വെച്ചാൽ പണിക്കൂലി കിട്ടുകയാണ്. നമ്മളിത് ഉണങ്ങാൻ പോയാൽ പെണ്ണുങ്ങളെ അല്ല പണിക്കാരെ ഇരുത്തി അതോ ചേരണ്ടി ഉണങ്ങി 5 എണ്ണൊക്കെ കിട്ടത്തുള്ളൂ. 5 പഴയതുപോലെ ഇഞ്ചി കൃഷി ഇല്ല ഇല്ല. അതൊക്കെ ചിരണ്ടി ഉണങ്ങുന്നതിനും കഷ്ടപ്പാടും ഉണ്ട്. അപ്പൊ സകല ഇതിന്റെ ഈ മൂക്കിരുന്നാ ഉണങ്ങത്തില്ല, ശകലം പോലും ഉണങ്ങത്തില്ല. ചിരണ്ടുമ്പോ ഇങ്ങനെ പിടിച്ച് ചിരണ്ടിയിട്ട് ഈ മൂക്ക് ചിരണ്ടി വിടും. മൂക്ക് ചിരണ്ടിയില്ലെങ്കിൽ ഇത് ഇവിടെ ഉണങ്ങിയാലേ ഇവിടെ ഉണങ്ങത്തില്ല. കണ്ണു പൊട്ടിപ്പോണം. അന്നേരം ഇനിയിപ്പൊ അമ്മയും മോനും കൂടി ഇരുന്ന് പായ്ക്ക് ചെയ്യാൻ പോകണം. ഞങ്ങൾ പായ്ക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങള് അല്ലേ? അതെ അതെ. അപ്പൊ ഇതെല്ലാം പായ്ക്ക് ചെയ്ത് നാളത്തെ രാവിലെ തൂക്കണം. നമ്മൾ സിപ്പർ കവറിനകത്താണ് ഇറച്ചി പാക്ക് ചെയ്ത് 2 കവറിട്ട് പാക്ക് ചെയ്ത് നല്ലോണം സെല്ലോ ടൈപ്പൊക്കെ വെച്ച് ഒട്ടിച്ച്. നമ്മുടെ പാക്കിങ്ങിനെ പറ്റി പറഞ്ഞാൽ അടിപൊളി പാക്കിംഗ് ആണെന്ന് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല ഇതുവരെ. ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. പ്രാവശ്യം മാത്രം നമ്മൾ മഞ്ഞൾപ്പൊടി അയച്ചത് സൈഡ് ചേർ പൊട്ടി. എന്നാലും ഞാൻ വേറൊരു കവർ ഇട്ടിരുന്നു, അതിനകത്ത് കിടന്നു പോയില്ല. ഈയിടെ ഒരു ചേച്ചി വിളിച്ചിട്ട് എന്നോട് പറയുവാണേ, എന്നാ പാക്കിങ്ങാ മോളമ്മേ, ഞാനത് പൊട്ടിച്ചെടുക്കാൻ പെട്ട പാട, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി പോയി കേട്ടോ എന്ന് പറഞ്ഞു. നമ്മൾ അയക്കുന്ന ഒരു സാധനം നഷ്ടപ്പെട്ടു പോകും. അതല്ല, നമ്മളത് അയച്ചിട്ട് അവിടെ ചെല്ലുമ്പോ അതെല്ലാം പൊട്ടി ഇരിക്കുക, അവർക്കത് തിരിച്ച് ഒന്നും മേലാത്ത കണ്ടീഷൻ ആകും. അതെ അതെ. അല്ലേ? അതുപോലെ നമ്മൾ കൊറിയർ ഓഫീസിലോ പോസ്റ്റ് ഓഫീസിലൊക്കെ വഴിയാണ് ഇത് അയക്കുന്നത്. ഇത് പല വണ്ടിയാലും കയറി ഇറങ്ങിയൊക്കെയാണല്ലോ ചെല്ലുന്നത്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് എറിയുകയും പിടിക്കുകയൊക്കെ ചെയ്യും. അന്നേരം ഇത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മളെ കഴിവതും നമ്മൾ പരമാവധി നല്ല വൃത്തിയായിട്ട് തന്നെയാണ് പാക്ക് ചെയ്ത് അയക്കുന്നത്.